ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് പ്രേതങ്ങളുടെ കൂട്ട് എന്ന സിനിമയിലെ നായകനും നായികയാണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് നിക്സൺ സൂര്യ എന്നാണ് ഇപ്പോൾ ഇതിലറിയപ്പെടുന്നത്. സൂര്യ ഫാൻ ആയതുകൊണ്ടാണോ? അല്ല, എൻ്റെ ഫുൾ നെയിം നിക്സൺ സൂര്യപ്പള്ളി എന്നാണ്. അതിൻ്റെ വീട്ടുപേരാണ്. അപ്പോൾ ഇവരത് ഷോർട്ടാക്കി നിക്സൺ സൂര്യ എന്നാക്കി. സൂര്യ ഫാൻസ് ചിലപ്പോൾ പ്രശ്നമുണ്ടാകും. അപ്പോൾ എൻ്റെ പേര് സോണിയ അസീം. ഞാൻ കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെ ചെറിയ ചെറിയ വേഷത്തിൽ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കാതിൽ പടത്തിൽ വരെ ചെറുതായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ അറിഞ്ഞത് റിയാലിറ്റി ഷോ എൻ്റെ അമ്മ സൂപ്പറാണ് മഴവിൽ മനോരമയിൽ ഉണ്ടായിരുന്നു. 50 എപ്പിസോഡോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫിലിമിൽ ഒരു ഓഫർ കിട്ടിയത്. പിന്നെ ഇദ്ദേഹം ഒരു നാടക നടനും കൂടിയാണ് കേട്ടോ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇവരെ കൂടിയൊക്കെ അഭിനയിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രേതങ്ങളുടെ കൂട്ടം എന്ന സിനിമയിലോട്ട് എങ്ങനെയാണ് രണ്ടുപേരും എത്തിച്ചേരുന്നത്? ആരാണേലും കുഴപ്പമില്ല. പ്രേതങ്ങളുടെ കൂട്ടം സിനിമ സുധീർ സാലി ഇതിൻ്റെ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്. എന്ന് വെച്ചാൽ ഇതിനു മുന്നേ 2 ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിനുള്ള ക്യാമറ വർക്ക് ചെയ്തത് സുധീർ സാലിയാണ്. അദ്ദേഹം നല്ലൊരു ക്യാമറമാനുമാണ്, എഡിറ്ററുമാണ്. അപ്പോൾ ഈ സ്റ്റോറി, ഈ പ്രേതങ്ങളുടെ കൂട്ടം എന്നുള്ള ഈ സ്റ്റോറി ആദ്യമായിട്ട് എന്നോടാണ് പറയുന്നത്. അപ്പോൾ പുള്ളി ഉദ്ദേശിച്ചത് അപ്പോൾ എന്നെ തന്നെ ഹീറോ ആക്കിക്കൊണ്ട് നമുക്കൊരു ഷോർട്ട് മൂവി ചെയ്യാമെന്നുള്ളതാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങളത് അപ്പോൾ തന്നെ അത് സിനിമയിലേക്ക് ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു ബിഗ് സിനിമയ്ക്കുള്ള സബ്ജക്റ്റായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ഇതിന് പ്രൊഡ്യൂസർ അന്വേഷിക്കണമല്ലോ. അപ്പോൾ പ്രൊഡ്യൂസർ എൻ്റെ തന്നെ ജോർജേട്ടൻ, ഇവിടെ ജോർജ് കിളിയാറ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ജോർജേട്ടൻ ഒരു ഷോർട്ട് മൂവി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് വെച്ചുകൊണ്ട് ഞാൻ അപ്പോൾ ജോർജേട്ടൻ എന്നെ ചെറുപ്പം മുതലേ അറിയാം. ഞാൻ ഈ ഡ്രാമ ചെയ്യുന്ന ആളാണ്, പിന്നെ ഷോർട്ട് മൂവിയൊക്കെ ചെയ്യുന്നതെന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് പുള്ളിയായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ജോർജേട്ടൻ പറഞ്ഞു ചെയ്യാം, നമുക്ക് നിങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ വലിയ സന്തോഷമുള്ള കാര്യം. വളരെ നല്ല മനസ്സുള്ളൊരു വ്യക്തിയാണ് ജോർജേട്ടൻ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി അദ്ദേഹം സന്നദ്ധനായിട്ട് വരികയുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ തുടക്കം നമ്മൾ കുറിക്കുന്നതെന്ന് വെച്ചാൽ ഇത് എല്ലാ ആർട്ടിസ്റ്റുകളൊന്നും സെലക്ട് ചെയ്യണമല്ലോ ഇതിലേക്ക് വേണ്ടുന്ന. അപ്പോൾ നമ്മൾ പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാം. പക്ഷെ പുതുമുഖങ്ങളെ വെച്ച് മാത്രം ചെയ്താൽ ഇത് ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ എത്രത്തോളം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന മുഖങ്ങളുണ്ടാകണമല്ലോ, പരിചയമുള്ള മുഖങ്ങൾ. അപ്പോൾ എൻ്റെ സുഹൃത്താണ് സുധീകോപ്പ. ഞങ്ങൾ ചെറുപ്പം പോലെയുള്ള ബന്ധമാണ്. ഒരു നാടകം ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്യാമ്പിൽ വെച്ച് അങ്ങനെയൊക്കെ പരിചയപ്പെട്ടാണ് ഞങ്ങൾ ചെറുപ്പം പോലുള്ള ഫ്രണ്ട്ഷിപ്പ്. അതായത് സിനിമയിൽ വരുന്നതിന് മുമ്പ് സുധീകോപ്പ. അപ്പോൾ ഞാൻ സുധീനെ വിളിച്ച് സംസാരിച്ചപ്പോൾ സുധി ഒന്നും ചിന്തിക്കാൻ നിന്നില്ല. എടാ നിനക്ക് വേണ്ടിയല്ലേ, ഞാൻ വന്ന് ചെയ്തോളാം, പ്രതിഫലം പോലും വാങ്ങിക്കാതെ ചെയ്തു തന്നോളാമെന്ന് അപ്പോൾ തന്നെ അഗ്രി ചെയ്യാണ്. അങ്ങനെ സുധി അതിനകത്ത് കാസ്റ്റ് ചെയ്തു. അപ്പോൾ സുധി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായി. കാരണം ഒരു അറിയപ്പെടുന്നൊരു മുഖം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം കയറാൻ പറ്റുമല്ലോ. അങ്ങനെ പിന്നെ ഉള്ളതാണ് സോണി അസീം. ആ സമയത്ത് മഴവിൽ മനോരമയില എൻ്റെ അമ്മ സൂപ്പറായിട്ട് എപ്പിസോഡുകൾ കയറി ചെയ്ത് പോകുന്ന സമയമാണ്. അപ്പോൾ സോണി അസീം വരുന്നത്. അങ്ങനെ സോണി അസീമിൻ്റെ എപ്പിസോഡൊക്കെ ഞാൻ കുറച്ച് കണ്ടു. സുധീർ അദ്ദേഹം എന്നെ എല്ലാത്തിനും ചേർത്ത് നിർത്തി. കാരണം തുടക്കം മുതലുള്ളതുകൊണ്ട് എന്നെ അദ്ദേഹം എല്ലാ കാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാത്തിലും എന്നെയും കൂടി നിർത്തിക്കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ സോണി അസീമിനെ തന്നെ സെലക്ട് ചെയ്തു. പിന്നെ സെക്കൻഡ് ഹീറോയിനായിട്ട് അഭിരാമി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അതെ അഭിരാമി. സെക്കൻഡ് ഹീറോ ആയിട്ട് വന്ന ഒരു അജി തോമസ്, അദ്ദേഹം കാസർഗോഡ് അല്ലേ, കാസർഗോഡ്. അത് അതെ ഈ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ ഉള്ള കുട്ടികളെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ ഉള്ളത് ഇവിടെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഫ്രാങ്ക്ലിൻ ചാക്കോ, സുബൈർ, അങ്ങനെ കുറേ പേരെയൊക്കെ നമ്മൾ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തു.
അങ്ങനെ നമ്മൾ സിനിമയുടെ പ്രാരംഭം എന്നുള്ള രീതിയിൽ എല്ലാവരും പുതുമുഖങ്ങളായതുകൊണ്ട് സിനിമയിലെ എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ട് ഞങ്ങളൊരു ആക്ടിങ് ക്ലാസ്, അതായത് ഒരു പ്രാക്ടീസ് പോലെ, നമ്മൾ നാടകമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് റിഹേഴ്സൽ ഉണ്ടാവില്ല, അതുപോലെ ഒരു 10 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു, ആക്ടിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ വെച്ച് ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു റിലാക്സ്, ഫ്രീ ആയി, എല്ലാവരും ഒരു കുടുംബം പോലെ, എല്ലാവരും സഹോദരങ്ങളെ പോലെ വളരെ ഫ്രീ ആയി എല്ലാവരും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ഫ്രീ ആയിട്ട് അത് അഭിനയിക്കുന്ന സമയത്ത് അവർ ടെൻഷനോ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ അത് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക്. അതെ അതെ. ഇവിടെ പള്ളുരുത്തി, ഫോർട്ട് കൊച്ചി, അത് കഴിഞ്ഞ് സെക്കൻഡ് ഷെഡ്യൂള് മാമലക്കണ്ടായിരുന്നു. അവിടെ ഒരു 15 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അത് ചെറിയ റിസ്ക് ആയിട്ടുള്ള സംഭവമാണ്. ഏറ്റവും ടോപ്പിലായിരുന്നു മലയുടെ. അത് ഓഫ് റോഡ് തന്നെ 2 മണിക്കൂർ എടുക്കും അവിടെ മുകളിലെത്താൻ, ജീപ്പെത്താൻ. എല്ലാം ഞങ്ങളുടെ കോസ്റ്റ്യൂമും പ്രോപ്പർട്ടീസും എല്ലാം സെറ്റ് അടക്കം ഞങ്ങൾ ജീപ്പിലാണ് കയറ്റിയത്. അതെല്ലാവരും സഹകരിച്ച് തന്നെയാണ് മുകളിലേക്ക് പോകുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില അപകടങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടത് രസകരമാണ്. ഷൂട്ടിൻ്റെ ഇടയ്ക്ക് പാറയാണല്ലോ, എല്ലാം പാറ വീഴും, കാൽമുട്ട് പൊട്ടും. ഇയാളുടെ പൊട്ടിയുണ്ട്. എൻ്റെ പേരിൽ ഇതുണ്ട്, ഇതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോ. അതായത് ഞാൻ ഡൈവ് ചെയ്യുന്നൊരു സീനുണ്ട്. അപ്പോൾ പോയി കൈ വിരൽ കുത്തിയാണ് വീണത്. അവിടെ അപ്പോൾ തന്നെ വിരലിങ്ങനെ ഇവിടെ ലിഗ്മെന്റ് പ്രശ്നമായി. പക്ഷെ എന്നാലും നമ്മൾ ഷൂട്ട് ബ്രേക്ക് ചെയ്തില്ല. അതെ അതെ. അങ്ങനെ അവിടെ മാമലക്കണ്ടത്തെ ഷൂട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾ പിന്നെ തിരിച്ച് ഇവിടെ ചേർത്തലയിലായിരുന്നു അല്ലേ ഷൂട്ട്? അതിൻ്റെ ചേർത്തല ഒരു കാവിലെ, ഒരു സർപ്പക്കാവിലെ ഒരു സീൻ ഉണ്ടായിരുന്നു.